വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ 2 മാസങ്ങൾ കൃത്യമായി ഉപയോഗിച്ച് നമ്മുടെ ഈസ്റ്റർ തുടങ്ങുന്നതിന് മുൻപ് പ്രഗ്നൻ്റ് ആകാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്പിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് ആളുകൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് ഇതുവരെയും കൺസീവ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് സക്സസ് സ്റ്റോറീസ് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഇനിയും ഒരുപാട് പേരുടെ 300-ലധികം പേരുടെ സക്സസ് സ്റ്റോറീസ് ഇനിയും പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് സ്പിയർമിന്റിനെ പറ്റിയിട്ടാണ്. സ്പിയർമിന്റ് നിങ്ങൾ എല്ലാവരും തന്നെ കേട്ടിട്ടുള്ള ഒന്നായിരിക്കും പുതിന എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ചിട്ട് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. പുതിന ഉപയോഗിച്ച് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും സാധിക്കും. ഒരുപാട് ആന്റി ഓക്സിഡൻസും അതുപോലെ മറ്റു ബെനിഫിഷ്യൽ കോമ്പൗണ്ട്സും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ സ്പിയർമിന്റ് എന്ന് പറയുന്ന ഒരു ഹെർബ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള സമയം വരെ കൃത്യമായിട്ടുള്ള ഡോസേജിൽ ഇത് എടുത്തു കഴിഞ്ഞാൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നുവെന്ന് പഠനങ്ങൾ നടത്തി തെളിയിച്ചിട്ടുണ്ട്. ഒരുപാട് സയന്റിഫിക് ആയിട്ടുള്ള റിസർച്ച് നടത്തിയിട്ടാണ് ഇത് ഉപയോഗിച്ച ഫെർട്ടിലിറ്റി കൂട്ടും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നല്ലതാണ് എന്ന് സർട്ടിഫൈ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതെന്തൊക്കെയാണ് ഇതിന്റെ യൂസേജ് എന്നും എങ്ങനെയാണ് സ്ത്രീക്ക് ഇത് യൂസ്ഫുൾ ആവുന്നതെന്ന് നമുക്ക് നോക്കാം. 1 by 1 ആയിട്ട് നോക്കാം കേട്ടോ. ഏറ്റവും ആദ്യത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതിൽ ആന്റി ഓക്സിഡൻസ് ഒരുപാടുണ്ട്. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കും അതുപോലെ പ്രഗ്നന്റ് ആകാനായിട്ട് മറ്റ് യൂട്യൂബ് ചാനൽസ് ഒക്കെ ഫോളോ ചെയ്യുന്നവർക്കും ഒക്കെ മനസ്സിലായിട്ടുണ്ടാകും ആന്റി ഓക്സിഡൻസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നതിനെ പറ്റിയിട്ട്. നമ്മുടെ ശരീരത്തിനെ ഫ്രീ റാഡിക്കൽസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ് ഈ ആന്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത്. ഈ ഫ്രീ റാഡിക്കൽസ് മൂലം ഉണ്ടാകുന്ന ഡാമേജ് മൂലമാണ് നമ്മുടെ എഗ്ഗിന് ക്വാളിറ്റി കുറഞ്ഞു പോകുന്നതും ഫെർട്ടിലൈസേഷൻ നടക്കാത്ത അല്ലെങ്കിൽ എഗ്ഗ് റപ്ചറായി പുറത്ത് വരാത്ത സിറ്റുവേഷൻസ് ഒക്കെ പല കേസിലും ഉണ്ടാകുന്നത്. ഈ ഫ്രീ റാഡിക്കൽസിൽ നിന്നും നമ്മുടെ എഗ്ഗിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ മറ്റുള്ള ശരീര ഓർഗൻസിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആന്റി ഓക്സിഡൻസ് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്ന് നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ആന്റി ഓക്സിഡൻസ് സഹായിക്കുന്നു. ഡയറക്ട്ലി തന്നെ നമ്മുടെ ഫെർട്ടിലിറ്റി അഫക്ട് ചെയ്യുന്ന ഒന്നാണ് ഈ ഫ്രീ റാഡിക്കൽസും അതുപോലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും. അതൊക്കെ ഒന്ന് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഫാസ്റ്റ് ആയിട്ട് കൺസീവ് ആകുന്നതിന് വേണ്ടിയിട്ടുള്ള സിറ്റുവേഷനും ഇത് ഒരുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആന്റി ഓക്സിഡൻസ് ഏറ്റവും കൂടുതൽ ക്വാളിറ്റിയുള്ള അണ്ടം പ്രൊഡ്യൂസ് ആയി റപ്ചറായി വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷനും ഒരുക്കുന്നു. ക്വാളിറ്റി ഉള്ള ഒരു അണ്ടം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഫെർട്ടിലൈസേഷൻ പോസിബിൾ ആവുകയുള്ളൂ. നമ്മൾ മെഡിസിൻസ് ഒക്കെ എടുത്തിട്ട് അണ്ടം റപ്ചറാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാലും അതിന് ബീജസങ്കലനം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കാപ്പബിലിറ്റി ഇല്ല എങ്കിൽ നമുക്ക് അവിടെ മിസ്കാരേജ് ഉണ്ടാകുന്നതിനുള്ള ചാൻസസോ അല്ലെങ്കിൽ അത് രണ്ടും തമ്മിൽ ചേരുന്നതിനുള്ള ചാൻസസോ ഒക്കെ വളരെയധികം കുറവായിരിക്കും. അപ്പൊ അതൊക്കെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മിന്റ് ലീവ്സ് ഉപയോഗിച്ചിട്ട് യൂസ് ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം തന്നെ നമുക്കുണ്ടാകുന്ന മറ്റൊരു ബെനിഫിറ്റ് ആണ് ഹോർമോൺ ബാലൻസ്. ഇത് കൃത്യമായിട്ട് നിലനിർത്തിക്കൊണ്ട് പോകുന്നു. നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസിന്റെ ബാലൻസ് കൃത്യമായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കവിടെ പ്രഗ്നൻസി കിട്ടുകയുള്ളൂ. സ്ത്രീ ശരീരത്തിൽ പലപ്പോഴും പുരുഷന്റെ ഹോർമോൺ കൂടി വരുന്ന സിറ്റുവേഷനിലും അത് ഓവുലേഷനെ അഫക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. ഈ മിന്റ് ലീവ്സ് സ്പിയർമിന്റ് ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഓവുലേഷൻ നടക്കാനായിട്ട് സഹായിക്കുന്ന FSH, LH, ഈസ്ട്രാഡിയോൾ എന്നിങ്ങനെ ഹോർമോൺസിന്റെ ഒക്കെ പ്രവർത്തനം നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇത് വെറുതെ പറയുന്നതല്ല, പഠനം നടത്തി തെളിയിച്ചതാണ് കേട്ടോ. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 21 സ്ത്രീകളിൽ 5 ദിവസം 2 നേരം ഈ ഒരു ടീ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് സ്പിയർമിന്റിന്റെ ടീ. അത് ഉപയോഗിച്ചിട്ട് സ്റ്റഡി നടത്തിയതിൽ ടെസ്റ്റോസ്റ്റിറോണിന്റെ ലെവല് കുറച്ചിട്ട് LHന്റെയും FSHന്റെയും ഈസ്ട്രാഡിയോളിന്റെയും ലെവല് കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുവെന്ന് പഠനങ്ങൾ നടത്തി തെളിയിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തൊരു സ്റ്റഡി നടത്തിയതിനകത്ത് 30 ദിവസം 42 സ്ത്രീകളിൽ, അത് PCOS ഉള്ള സ്ത്രീകളിൽ ഇത് കൊടുത്തപ്പോഴേക്കും അവരുടെ FSHന്റെയും LHന്റെയും ലെവല് കൂടിയെന്നും മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. FSHും LHും ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും ലൂട്ടനൈസിംഗ് ഹോർമോണും കൃത്യമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എഗ് ഗ്രോ ആവുകയും അത് റപ്ചർ ആവുകയും ഉള്ളൂ. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, പീരിയഡ്സിന്റെ 2nd ഡേ ചേച്ചി ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്, അത് എന്തിനാണ് ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നതെന്ന് പലരും നമ്മുടെ കമന്റ്സിൽ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള ഇഞ്ചക്ഷൻ ആണ് എടുക്കുന്നത്. ഫോളിക്കിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ അണ്ടം, സ്റ്റിമുലേഷൻ എന്ന് പറയുമ്പോൾ അത് വളരാൻ വേണ്ടിയിട്ടുള്ള, അതിന്റെ പ്രവർത്തനം നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇഞ്ചക്ഷൻ ആണ് നമുക്ക് അവിടെ എടുക്കുന്നത്. ആ ഒരു ഇഞ്ചക്ഷന്റെ ബെനിഫിറ്റ് തന്നെയാണ്, അല്ലെങ്കിൽ ലെട്രസോളിന്റെ മെഡിസിനോ ക്ലോമഫിൻ സിട്രേറ്റ് എടുക്കുമ്പോഴും നിങ്ങൾക്ക് കിട്ടുന്ന അതേ ബെനിഫിറ്റ്സ് തന്നെയാണ് സ്പിയർമിന്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്ന് പഠനങ്ങൾ നടത്തി തെളിയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കാത്ത ആളുകളും PCOD ഉള്ള ആളുകൾക്കും മസ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ സ്പിയർമിന്റ് എന്ന് പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ.
അടുത്തൊരു ഒരു ബെനിഫിറ്റ് കിട്ടുന്നത് ഡൈജഷൻ നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. നമ്മുടെ ഇമോഷൻ പോകാത്ത പല സിറ്റുവേഷൻസും പലർക്കും ഉണ്ടാകുന്നുണ്ട്. കോൺസ്റ്റിപ്പേഷൻ, ഈ കോൺസ്റ്റിപ്പേഷന്റെ സിറ്റുവേഷൻ കൂടി കൂടി വന്നു കഴിഞ്ഞാൽ മറ്റു പല ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അത് കാരണമാകുന്നുണ്ട് കേട്ടോ. അതായത് നമുക്ക് അബ്ഡോമൻ പെയിൻ ഉണ്ടാകും, ഡിസ്കംഫർട്ട് ഉണ്ടാകും, ബ്ലോട്ടിംഗ് ഉണ്ടാകും. ഇതെല്ലാം പ്രിവെന്റ് ചെയ്യുന്നതിനും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരു കൃത്യമായിട്ടുള്ള ഇടവേളയ്ക്കുള്ളിൽ തന്നെ ദഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷനും ശരീരത്തിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സ്പിയർമെന്റ് യൂസ് ചെയ്യുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മുടെ ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് ഇത് കുറയ്ക്കുന്നു. പുരുഷന്റെ ഹോർമോൺ ശരീരത്തിൽ കൂടുന്നതിനനുസരിച്ചിട്ടും അതുപോലെ PCOD ഉണ്ടാകുന്ന സിറ്റുവേഷനിലുമാണ് പലർക്കും തന്നെ ഈ ഒരു ഫേഷ്യൽ ഹെയർ ഒക്കെ ഉണ്ടാകുന്നത്. അവരുടെ ഒരു ചുണ്ടിന്റെ മുകളിലുള്ള ഭാഗത്താണെങ്കിലും കവിളിന്റെ ഭാഗത്താണെങ്കിലും ചിലർക്ക് നെക്കിന്റെ ഭാഗത്ത്, ചിലർക്ക് അബ്ഡമൻ ഭാഗത്തൊക്കെ ഇതുപോലെയുള്ള രോമങ്ങൾ വളരാറുണ്ട്. ആ ഒരു സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അത് നമ്മുടെ ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ വളരുന്ന ഹെയറിന്റെ ഗ്രോത്ത് റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്തത് നമ്മുടെ മെമ്മറി പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഷുഗറിന്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് ബ്ലഡ് പ്രഷർ റിഡ്യൂസ് ചെയ്യുന്നതിനും ആർത്രൈറ്റിസിന്റെ പ്രോബ്ലംസ് ഉള്ളവർക്ക് അത് ക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ബാക്കി ഏറ്റവും കൂടുതൽ നമുക്കൊരു ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മുടെ സ്ട്രെസ് റിലീഫ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു റിലാക്സേഷൻ ഉണ്ട്. ആ ഒരു റിലാക്സേഷൻ നമ്മുടെ ശരീരത്തിലെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം സ്ട്രെസ് ഒക്കെ ഒന്ന് സപ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഹോർമോൺസ് ഒക്കെ ഒന്ന് സ്റ്റേബിൾ ആക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു സിറ്റുവേഷൻ ശരീരത്തിൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് ഉറക്കക്കുറവ് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സ്പിയർമെന്റ് ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും സ്ത്രീകൾക്ക് എത്രത്തോളം ബെനിഫിറ്റ് ആണ് ഈ സ്പിയർമെന്റ് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നത് എന്നതിനെ പറ്റിയിട്ട്. നമ്മൾ ഓവുലേഷൻ നടന്നാലും അത് ക്വാളിറ്റി ഉള്ള ഒരു എഗ് റപ്ചർ ആകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇത് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇനി സ്പിയർമെന്റ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. സ്പിയർമെന്റിന്റെ ഒരു ടീ ബാഗോ അല്ലെങ്കിൽ സ്പിയർമെന്റിന്റെ ലീവ്സോ നമുക്ക് ഓൺലൈനിൽ മേടിക്കാനായിട്ട് കിട്ടും. സ്പിയർമെന്റിന്റെ ലീഫിന്റെയും അതുപോലെ ടീ ബാഗിന്റെയും ലിങ്ക് ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അത് നിങ്ങൾ മേടിക്കുക. അതിനുശേഷം നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് തിളപ്പിക്കുക. നമ്മൾ ഗ്രീൻ ടീ പ്രിപ്പയർ ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമ്മൾ ചൂടാക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് സ്പിയർമെന്റിന്റെ ലീവ്സ് അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഓഫ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. അതിലോട്ട് ഇട്ടിട്ട് നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ ടീ ബാഗ് ആണെങ്കിലും ലീഫ് ആണെങ്കിലും ഇട്ട് കൊടുത്തിട്ട് ആ ഫ്ലെയിം അങ്ങോട്ട് നന്നായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക കേട്ടോ. അതിനുശേഷം ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴേക്കും അതിന്റെ ആ ഒരു ഫ്രേഗ്രൻസും അതുപോലെ അതിന്റെ എസൻസും ഒക്കെ അതിലോട്ട് ആ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ടാകും. നിങ്ങൾ ടീ ബാഗ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആ ടീ ബാഗ് എടുത്ത് റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. ഇനി ലീവ്സ് ആയിട്ട് ഉണക്കിയ ലീവ്സ് നിങ്ങൾക്ക് കിട്ടുമല്ലോ, അതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങളൊന്ന് ഫിൽട്ടർ ചെയ്തിട്ട് അതൊന്ന് അരിച്ചു മാറ്റിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. ചൂടോടുകൂടി തന്നെ സ്പിയർമെന്റ് വാട്ടർ നിങ്ങൾ കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ചൂടാറിയതിനു ശേഷം വലിച്ചു കുടിച്ചാൽ മതി. ചിലർ ഇതിൽ ഹണിയൊക്കെ ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാറുണ്ട് അതിന്റെ ടേസ്റ്റ് ഇഷ്ടാത്ത സിറ്റുവേഷനിൽ. ഇപ്പൊ ഹണി ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എക്സ്ട്രാ ഷുഗർ ഒന്നും നിങ്ങൾ ആഡ് ചെയ്യേണ്ട. നല്ലതുപോലെ ചൂടാറിയിട്ട് ഗ്രീൻ ടീ നമ്മൾ വലിച്ചു കുടിക്കില്ല, അതുപോലെ അങ്ങോട്ട് വലിച്ച് കണ്ണടച്ചങ്ങ് കുടിച്ചാൽ മതി കേട്ടോ. ഒരു ദിവസം 2 ഗ്ലാസ് മാക്സിമം, അതിൽ കൂടുതൽ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. ഒരു ദിവസം 1 ഗ്ലാസ് ആണെങ്കിലും നിങ്ങൾ എടുക്കുന്നത് കൊണ്ടൊന്നും പ്രശ്നമില്ല കേട്ടോ. ഏറ്റവും കൂടുതൽ നിങ്ങളത് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈം എന്ന് പറയുന്നത് പീരീഡ്സിന്റെ വെരി ഫസ്റ്റ് ഡേ മുതൽ തന്നെ നിങ്ങളത് യൂസ് ചെയ്യണം. കാരണം FSHും LHും ഏറ്റവും കൂടുതൽ ഇൻക്രീസ് ആകുന്നതും എഗ്ഗിന് വേണ്ടിയിട്ട് അത് സപ്പോർട്ട് കൊടുക്കുന്നതും പീരീഡ്സിന്റെ ആ ഒരു ഡേ മുതൽ തന്നെയാണ്. അതുകൊണ്ട് അതിനുശേഷം നിങ്ങളത് യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് പീരീഡ്സിന്റെ ഫസ്റ്റ് ഡേ മുതൽക്ക് തന്നെ സ്പിയർമെന്റ് വാട്ടർ നിങ്ങൾ കുടിക്കുന്നതാണ് കേട്ടോ നല്ലത്. ഒരു നേരം ഉപയോഗിച്ചാലും പ്രശ്നമൊന്നുമില്ല. അത് ഈവനിങ് സമയത്താണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങളൊന്ന് വിശന്നിരിക്കുന്ന സമയം ഉണ്ടാവുമല്ലോ, ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ സ്നാക്സ് എടുക്കുന്ന ഒരു സമയം ഉണ്ടാകും. ആ ഒരു ടൈമിൽ ഈവനിങ് സമയത്താണെങ്കിലും നിങ്ങളത് ഉപയോഗിച്ചാൽ മതി. ചെറിയൊരു ഗ്ലാസ്സിന് മാത്രം നിങ്ങളത് ഉപയോഗിക്കുക. 2 നേരം കുടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ രാവിലെയും വൈകുന്നേരവും എടുക്കുക. അതിനേക്കാളും കൂടുതലായിട്ട് നിങ്ങളത് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ടീ ബാഗ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ടീ ബാഗ് അങ്ങനെ തന്നെ നിങ്ങൾക്ക് മുക്കി വെക്കാവുന്നതാണ്. ഇനി നിങ്ങളല്ല ലീവ്സിന്റെ ആണ് ഉപയോഗിക്കുന്നത്, ഉണങ്ങിയിട്ടുള്ള ലീവ്സ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ചെറിയൊരു പിഞ്ച് നിങ്ങളെടുത്ത് അതിലോട്ട് ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഒരു കുഞ്ഞു സ്പൂണിന്, തീരെ കുഞ്ഞു സ്പൂൺ ഉണ്ടല്ലോ, അതിൽ ഒരു 1/2 സ്പൂൺ നിങ്ങൾ എടുത്തിട്ട് അതിലോട്ട് ഇട്ട് വെച്ചാൽ മതി കേട്ടോ. എക്സ്ട്രാ നിങ്ങൾ ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഞാൻ പിന്നെയും പറയുകയാണ്. അപ്പൊ ഏകദേശം സ്പിയർമെന്റിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓൾറെഡി ഓവുലേഷൻ ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ കൂടി തന്നെ ഈ ഒരു ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഹെൽത്തി ആയിട്ടുള്ള ഒരു എഗ്ഗ് ഗ്രോ ആകുന്നതിന് വേണ്ടിയിട്ട് അത് നിങ്ങളെ സഹായിക്കുന്നു. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഹിന്ദുസിനും ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും ഒക്കെ വളരെ ഡിവൈൻ ആയിട്ടുള്ള ഒരു മന്ത് ആണ് ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ മാസങ്ങളിൽ അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റോട് കൂടി നന്നായിട്ട് മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് പ്രാർത്ഥിച്ച് മൈൻഡൊക്കെ റിലാക്സ് ആക്കി വെച്ചിട്ട് ഇതുപോലുള്ള ടിപ്സ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ 100% റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെ അത് സഹായിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ.
യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.